ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങി. മോദി കി ഗ്യാരണ്ടി എന്ന തലക്കെട്ടോടെയാണ് ജനക്ഷേമകരവും ഒപ്പം വികസനാത്മകവുമായ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പ്രതിനിധികൾ എന്നിവരടക്കം കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പ്രകടന പത്രികയുടെ പതിപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി ഇത് പുറത്തിറക്കിയത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും, ലഖ്പതി ദീദി പദ്ധതി 3 കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കും, വനിതാ സംവരണം പ്രാബല്യത്തിൽ കൊണ്ടുവരും, ഏക സിവിൽ കോഡ് നടപ്പാക്കും, മെട്രോ റെയിൽ ശൃംഖല വിപുലീകരിക്കും, അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കും, അന്താരാഷ്ട്ര തലത്തിൽ രാമായണോത്സവം സംഘടിപ്പിക്കും, കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കൊണ്ടുവരും, വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിന്റെ സാധ്യതാ പഠനം നടത്തും, 6G സാങ്കേതിക വിദ്യ പ്രഖ്യാപിക്കും എന്നതടക്കം നിരവധി ജനക്ഷേമ വികസന പ്രഖ്യാപനങ്ങളാണ് പത്രികയിലുള്ളത്. പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ നേതാക്കളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ വിഷു ആഘോഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വിഷു ആശംസകൾ നേർന്നാണ് പ്രസംഗം ആരംഭിച്ചത്. രാജ്യം കാത്തിരുന്ന പ്രകടന പത്രികയാണ് ബി.ജെ.പി അവതരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നടപ്പാക്കുന്ന കാര്യങ്ങളെ ബി.ജെ.പി പ്രകടന പത്രികയിൽ പറയാറുള്ളൂ. 4 വിഭാഗങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി. സൗജന്യ റേഷൻ അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സ ഉറപ്പാക്കും. വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും. വൈദ്യുതി ബിൽ 0 പുരപ്പുറ സോളാർ പദ്ധതി വ്യാപകമാക്കും. മുദ്രാ ലോൺ തുക 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ നിർമ്മിക്കും. ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഭിന്നശേഷിക്കാർക്ക് PM ആവാസ് യോജന വഴി വീടുകൾ നൽകുമെന്നും നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. 14 ഭാഗങ്ങളുള്ള പ്രകടന പത്രികയിൽ ഇന്ത്യയെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണുള്ളത്. രാജ്യത്ത് പുതിയ വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ജൻ ഔഷധിയിൽ 50% വിലക്കുറവിൽ മരുന്ന്, ഇങ്ങനെ തുടരുന്നു മോഹന സുന്ദര വാഗ്ദാനങ്ങൾ. 15 ലക്ഷം അഭിപ്രായങ്ങൾ പ്രകടന പത്രികയ്ക്കായി ലഭിച്ചുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിലാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.